സോ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ വെക്ടർ സ്പേസിന് ബേസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ കുറച്ചുകൂടെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. സോ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം. സോ ഇതുവരെ നമ്മൾ നോക്കിയ വെക്ടർ സ്പേസിൻ്റെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇനി നമുക്ക് കുറച്ച് അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് വി ഈസ് ഈക്വൽ ടു എഫ്. എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ റിയൽ വാല്യൂ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ ടു ബി സച്ച് ദാറ്റ് എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു പി ആൻഡ് പി ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു 0. ചെക്ക് വെദർ വി ഈസ് എ വെക്ടർ സ്പേസ്. അതായത് ഇവിടെ വെക്ടർ സ്പേസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനാണ്. അതിൻ്റെ ഇൻ്റർവെൽ എ ടു ബി ആണ്. എ ടു ബി ഉള്ള എന്ത് വാല്യൂസും നമ്മുടെ ഫംഗ്ഷനിൽ ഇൻപുട്ട് കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്ന എപ്പോഴും പി തന്നെ ആയിരിക്കണം. പി എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കണം എപ്പോഴും കിട്ടേണ്ടത്. ആൻഡ് ഓൾസോ പി എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റെ വാല്യൂ 0 ആയിരിക്കാൻ പാടില്ല. സോ ഈ ഒരു സെറ്റിൽ നമ്മൾ പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്ത് ഈ ഒരു സെറ്റ് വെക്ടർ സ്പേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ക്ലോഷർ പ്രോപ്പർട്ടി നമ്മൾ അഡീഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 വെക്ടേഴ്സ് വേണം. സോ നമ്മൾ ക്വസ്റ്റ്യന് പറഞ്ഞ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് എഫ് ജി എന്ന് പറഞ്ഞ 2 ഫംഗ്ഷൻസ് നമ്മൾ എടുക്കുക. എഫ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്ത് ബി ഇൻപുട്ട് കൊടുത്താലും പി കിട്ടും, ആൻഡ് ജി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ അകത്ത് ബി ഇൻപുട്ട് കൊടുത്താലും നമുക്ക് പി കിട്ടും. സോ ബേസ്ഡ് ഓൺ ക്ലോഷർ പ്രോപ്പർട്ടി നമുക്ക് എഫ് പ്ലസ് ജി ചെയ്യാം. എഫ് പ്ലസ് ജി ഇൻപുട്ടിൽ നമ്മൾ ബി കൊടുക്കാം. ബി കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് പി ആയിരിക്കണമെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ എഫ് ഓഫ് ബി പ്ലസ് ജി ഓഫ് ബി ഈസ് ഈക്വൽ ടു നമുക്ക് എഫ് ഓഫ് പി എന്താ പി ആണ്, ആൻഡ് ജി ഓഫ് ബി എന്താ പി ആണ്. പി പ്ലസ് പി എന്താ 2p കിട്ടും. 2p ഈസ് നോട്ട് ഈസ് ഈക്വൽ ടു പി. അതായത് നമ്മൾ എഫ് പ്ലസ് ജി ഓഫ് പിൻ്റെ ആൻസർ പി ആണ് കിട്ടേണ്ടത്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ബി ഇൻപുട്ട് കൊടുക്കുന്ന എല്ലാ ഫംഗ്ഷനും നമുക്ക് ഔട്ട്പുട്ട് പി തന്നെയാണ് കിട്ടേണ്ടത്. ബട്ട് ഇവിടെ നമുക്ക് പി കിട്ടിയില്ല. സോ ഈ ഒരു സെറ്റ് വെക്ടർ അഡീഷൻ ക്ലോസ്ഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ബിനെ വെക്ടർ സ്പേസ് അല്ലെന്ന് പറയാം. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് വി ബി ദി സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് വിത്ത് അഡീഷൻ ഡിഫൈൻഡ് ബൈ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എക്സ് വൈ ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഡിഫൈൻഡ് ബൈ ആൽഫ എക്സ് ഈസ് ഈക്വൽ ടു എക്സ്. ചെക്ക് വെദർ വി ഈസ് എ വെക്ടർ സ്പേസ്. സോ ഇവിടെ നമുക്ക് സെറ്റ് വന്നിട്ടുണ്ട്. സെറ്റ് എന്ന് പറയുമ്പോൾ ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സാണ്. ബട്ട് അഡീഷനും സ്കെയിലർ മൾട്ടിപ്ലിക്കേഷനും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോ അഡീഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതാണ് യൂസ് ചെയ്യേണ്ടത്, ആൻഡ് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഇതാണ് യൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ എന്താ എക്സ് വൈ കിട്ടും. എക്സ് വൈ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് റിയൽ നമ്പർ തന്നെയാണ്. കാരണം എക്സ് പോസിറ്റീവാണ്, വൈ പോസിറ്റീവാണ്. സോ എക്സ് വൈ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ് പോസിറ്റീവ് തന്നെയാണ്. നെക്സ്റ്റ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്താ പറയുന്നത് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ആയിരിക്കണം. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം എക്സ് പ്ലസ് വൈയും വൈ പ്ലസ് എക്സും എക്സ് വൈ തന്നെയാണ്. ആൻഡ് എക്സ് വൈ ഓൾസോ എക്സിസ്റ്റ് ഇൻ ദി സെറ്റ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. സോ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ. ആൻഡ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നോക്കുമ്പോൾ ഇവിടെ നമ്മൾ എക്സ് പ്ലസ് വൈ ചെയ്യുമ്പോൾ എക്സ് വൈ ആവും. അതിൻ്റെ കൂടെ ഇസഡ് പ്ലസ് ചെയ്യുമ്പോൾ എക്സ് വൈ ഇസഡ് ആവും. ഓൾസോ ഇവിടെ വൈ ഇസഡ് പ്ലസ് ചെയ്യുമ്പോൾ വൈ ഇസഡ് ആവും. ആൻഡ് എക്സ് പ്ലസ് ചെയ്യുമ്പോൾ എക്സ് വൈ ഇസഡ് ആവും. സോ റൈറ്റ് ലെഫ്റ്റ് സെയിം ആണ്. ആൻഡ് ഔട്ട്പുട്ട് എക്സ് വൈ ഇസഡ് ആണ്. എക്സ് വൈ ഇസഡ് എല്ലാം പോസിറ്റീവ് വാല്യൂ തന്നെ ആയതുകൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് എക്സ് വൈ ഇസഡും പോസിറ്റീവ് തന്നെയായിരിക്കും. സോ ഇത് നമ്മുടെ വെക്ടർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യും. ആൻഡ് നെക്സ്റ്റ് അഡിറ്റീവ് ഐഡൻറ്റിറ്റി. അഡിറ്റീവ് ഐഡൻറ്റിറ്റി പറയുന്നത് എന്താ എക്സ് പ്ലസ് ഇ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് തന്നെ കിട്ടണം. സോ നമ്മുടെ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് എക്സ് പ്ലസ് ഇ സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഇ ആവും. സോ എക്സ് ഇ ഈസ് ഈക്വൽ ടു എക്സ് ആകണമെന്നാണ് പറയുന്നത്. സോ എക്സ് ഇൻറ്റു എന്ത് ചെയ്യുമ്പോഴാണ് എക്സ് കിട്ടുന്നത് ഇന് നമുക്ക് വാല്യൂ 1 കൊടുക്കാം. 1 ഒരു പോസിറ്റീവ് റിയൽ നമ്പറാണ്. സോ നമുക്ക് ഈ നമ്മുടെ വെക്ടർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫംഗ്ഷനും പ്രൂവ് ആകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അഡിറ്റീവ് ഐഡൻറ്റിറ്റി സോൾവ് ആകുന്നുണ്ട്. ആൻഡ് അഡിറ്റീവ് ഇൻവേഴ്സ്. അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ പറയുന്നത് എക്സ് പ്ലസ് കെ ഈസ് ഈക്വൽ ടു ഇ വരണം. അതായത് എക്സിൻ്റെ ഇൻവേഴ്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ അഡിറ്റീവ് ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ഇ കിട്ടണം. സോ എക്സ് പ്ലസ് കെ നമ്മുടെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് എഴുതുമ്പോൾ എക്സ് കെ ആവും. സോ എക്സ് ഇൻറ്റു കെ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. ഈ 1 ആണ്. സോ കെ എന്താണ് എക്സ് നമ്മൾ അപ്പുറത്തോട്ട് എടുക്കുമ്പോൾ 1/x എന്ന് കിട്ടും. സോ കെ ഈസ് ഈക്വൽ ടു 1/x. 1/x ഒരു പോസിറ്റീവ് റിയൽ നമ്പറാണ്. സോ നമ്മുടെ അഡിറ്റീവ് ഇൻവേഴ്സും ഫോളോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഇക്വേഷൻ എന്താ ആൽഫ എക്സ് നമ്മുടെ വെക്ടർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യണം. സോ നമ്മുടെ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ടേമുമായിട്ട് സ്കെയിലർ മൾട്ടിപ്ലൈ ആകുമ്പോൾ ആ ടേം തന്നെയാണ് കിട്ടേണ്ടത്. സോ ആൽഫ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം. ആൻഡ് എക്സ് ഒരു പോസിറ്റീവ് റിയൽ നമ്പറാണ്. സോ ഇത് നമ്മുടെ വെക്ടർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ സാറ്റിസ്ഫൈ ആകുന്നുണ്ട്. അടുത്ത റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. സോ ഇതാണ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോൻ്റെ ഇക്വേഷൻ. സ്കെയിലർ ഇൻറ്റു എക്സ് പ്ലസ് വൈ ആൻസർ സ്കെയിലർ എക്സ് പ്ലസ് സ്കെയിലർ വൈ ആയിരിക്കണം. സോ ഇവിടെ നമ്മൾ നേരത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്ന ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്കെയിലർ മൾട്ടിപ്ലൈ ആകുമ്പോൾ സ്കെയിലർ ഇല്ലാതാണ്. സോ ഇവിടുത്തെ സ്കെയിലർ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ
ക്യാൻസലായി പോകും. ആൻഡ് ഇവിടുത്തെ സ്കെയിലാറും ക്യാൻസലായി പോകും. സോ എക്സും വൈ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. സോ ഇവിടെ എക്സ് പ്ലസ് വൈ ആണ് ആൻഡ് ഇവിടെയും എക്സ് പ്ലസ് വൈ ആണ്. സോ എക്സ് വൈ ഓൾറെഡി നമ്മുടെ പോസിറ്റീവ് റിയൽ നമ്പറാണ്. സോ അത് വെക്റ്റർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോവും ഫോളോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നോക്കാം. സോ ഇതാണ് ഇക്വേഷൻ. രണ്ട് സ്കെയിലാർ ആഡ് ചെയ്തിട്ട് എക്സിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും രണ്ട് സ്കെയിലാർ ഇൻഡിവിജ്വലായിട്ട് എക്സിൽ മൾട്ടിപ്ലൈ ചെയ്ത് സം എടുക്കുമ്പോഴും സെയിം ആയിരിക്കണം. സോ ഇവിടെ സ്കെയിലാർ എക്സിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ആകുമ്പോൾ ആ സ്കെയിലാർ ഇല്ലാതായി പോകും. സോ എക്സ് മാത്രമേ ഇവിടെ ബാലൻസ് ഉണ്ടാവുള്ളൂ. ആൻഡ് ഇവിടെ സ്കെയിലാർ ഇല്ലാതാവും. സോ എക്സ്, ഇവിടെയും സ്കെയിലാർ ഇല്ലാതാവും. സോ എക്സ്. സോ ഈ രണ്ട് എക്സും കൂടെ ചേർന്ന് നമുക്ക് എന്ത് കിട്ടും? അവിടെ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് എക്സ് പ്ലസ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ, അതായത് രണ്ടും മൾട്ടിപ്ലൈ ആവും. സോ എക്സ് സ്ക്വയർ. എക്സ് ഈസ് നോട്ട് ഈസിക്കൽ ടു എക്സ് സ്ക്വയർ ആണ്. സോ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമ്മുടെ ക്വസ്റ്റ്യൻ, നമ്മുടെ സെറ്റ് ഒരു വെക്റ്റർ സ്പേസ് അല്ല എന്ന് പറയും. സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് ഒരു വെക്റ്റർ സ്പേസ്, ഇവിടെ എഫ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുക. ഇവിടെ ഇൻ്റഗ്രൽ ഫ്രം എ ടു ബി എഫ് ഓഫ് എക്സ് വരികയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 3 ആയിരിക്കും. വിത്ത് യൂഷ്വൽ അഡീഷൻ ആൻഡ് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫംഗ്ഷൻസ്. വെരിഫൈ വെദർ വി ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ആർ. സോ ഇവിടെ നമ്മൾ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വെക്റ്റർ സ്പേസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നാണ് പറയേണ്ടത്. സോ ഇത് നമ്മൾ പ്രീവിയസ്ലി നോക്കിയ ആ പീൻ്റെ കേസ് തന്നെയാണ്. സോ ഇവിടെ നമ്മൾ എഫും ജി എന്ന് പറഞ്ഞ രണ്ട് ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്യുക ഈ വെക്റ്റർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ ഫംഗ്ഷൻ ഇൻപുട്ട് കൊടുക്കുമ്പോൾ എഫിന് ഇൻപുട്ട് കൊടുക്കുമ്പോൾ 3യും ജിന് ഇൻപുട്ട് കൊടുക്കുമ്പോഴും 3 കിട്ടണം. സോ എഫ് പ്ലസ് ജി ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മുടെ ഫംഗ്ഷൻ, ഫസ്റ്റ് ഫംഗ്ഷൻ ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ എ ടു ബി ഇൻ്റഗ്രൽ. സോ ഇതിൻ്റെ ഔട്ട്പുട്ടും 3 ആയിരിക്കും ആൻഡ് ഇതിൻ്റെ ഔട്ട്പുട്ടും 3 ആയിരിക്കും. ഇതിൻ്റെ ആൻസർ അപ്പം 6 വരും. 6 എന്ന് പറയുന്നത് നമ്മുടെ വെക്റ്റർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം എല്ലാ ഔട്ട്പുട്ടും 3 ആയിരിക്കണമെന്നാണ് നമ്മുടെ വെക്റ്റർ സ്പേസ് പറയുന്നത്. സോ ഈ ഒരു സെറ്റ് ക്ലോഷർ അഡീഷൻ ഫോളോ ചെയ്യുന്നില്ല. സോ ഇതിനെ നമുക്ക് വെക്റ്റർ സ്പേസ് അല്ല എന്ന് പറയും. നെക്സ്റ്റ് നമുക്ക് ഇതാണ് ക്വസ്റ്റ്യൻ. ഒരു വെക്റ്റർ സ്പേസ് ആർ സ്ക്വയർ ഡിഫൈൻഡ് ബൈ എക്സ് വൈ പ്ലസ് എക്സ് വൺ വൈ വൺ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് വൺ വൈ പ്ലസ് വൈ വൺ. സോ അങ്ങനെയാണ് നമ്മൾ അഡീഷൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് സി ഇൻറ്റു എക്സ് വൈ ഈസ് ഈക്വൽ ടു സി എക്സ് കോമ വൈ. വെരിഫൈ വെദർ വി ഈസ് എ വെക്റ്റർ സ്പേസ് ഓവർ ആർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ. സോ ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ വെക്റ്റർ സ്പേസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓവർ ആർ, അതായത് നമ്മൾ സ്കേലാസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സ് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. സോ നമ്മൾ ആദ്യം ക്ലോഷർ അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ സ്കേലാർ ഇൻറ്റു എക്സ് വൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമ്മുടെ സ്കേലാർ എക്സ് ടേമിൽ മാത്രം വരും. സോ നമുക്ക് സ്കേലാർ എക്സ് കോമ വൈ എന്ന് കിട്ടും. ഇതൊരു 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഇത് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് പറയാം. നെക്സ്റ്റ് റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയുടെ ഇക്വേഷൻ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. ആ ഇക്വേഷൻ ഇവിടോട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഇവിടെ നമ്മുടെ y1 xy ആണ് ആൻഡ് y2 x1 y1 ആണ്. സോ അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സിൻ്റെ സ്ഥലത്ത് എക്സ് പ്ലസ് എക്സ് വൺ ആവും ആൻഡ് വൈൻ്റെ സ്ഥലത്ത് വൈ പ്ലസ് വൈ വൺ ആവും. സോ ഇവിടെ നമ്മൾ അതേപടി റീപ്ലേസ് ചെയ്തു. ആൻഡ് നമ്മൾ സ്കെയിലാർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സിൻ്റെ ടൈമിൽ ആ സ്കെയിലാർ മൾട്ടിപ്ലൈ ആവും, വൈൻ്റെ ടൈമിൽ മൾട്ടിപ്ലൈ ആവില്ല. അങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ സ്കെയിലാർ ഓഫ് എക്സ് പ്ലസ് എക്സ് വൺ എന്നാവും. ഇവിടെയാണെങ്കിലും സ്കെയിലാർ എക്സ് സ്കെയിലാർ എക്സ് വൺ, വൈ അതുപോലെ തന്നെ വരും. നെക്സ്റ്റ് നമുക്ക് ഈ സ്കെയിലാർ അകത്തോട്ട് എടുക്കാം. സോ സ്കെയിലാർ എക്സ് പ്ലസ് സ്കെയിലാർ എക്സ് വൺ ആൻഡ് ഇവിടെ നമുക്ക് രണ്ട് എക്സ് ടേം കൂടെ ഒരുമിച്ച് ചെയ്താൽ ആൻഡ് വൈ ടേമും ഒരുമിച്ച് ചെയ്താൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ആണ്. ആൻഡ് ഓൾസോ ഇത് 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കോർഡിനേറ്റ് ആണ്, കാരണം എക്സ് ടേമും വൈ ടേമും. സോ റൈറ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ആവുന്നുണ്ട്. നെക്സ്റ്റ് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നോക്കാം. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയുടെ ഇക്വേഷൻ. സോ ഇവിടെ ആൽഫ ബീറ്റ സ്കെയിലാർ നമ്മൾ മൾട്ടിപ്ലൈ ആകുമ്പോൾ എക്സ് ടേമിൽ മാത്രം വരും സ്കെയിലാർ, വൈ ടേം അതുപോലെ തന്നെ നിൽക്കും. ആൻഡ് ഇവിടെ നമ്മൾ അതുപോലെ ചെയ്യുമ്പോൾ ഇവിടെ ആൽഫ എക്സും ബീറ്റ എക്സും വരും. നെക്സ്റ്റ് നമ്മൾ ഈ എക്സ് അകത്തോട്ട് എടുക്കുക. സോ ആൽഫ എക്സ് പ്ലസ് ബീറ്റ എക്സ് വരും. ആൻഡ് ഇവിടെ നമ്മൾ എക്സ് ടേമും വൈ ടേമും ആഡ് ചെയ്യുക. സോ ആൽഫ എക്സ് പ്ലസ് ബീറ്റ എക്സ് 2y, 2y ഉണ്ടല്ലോ, സെയിം y ആണ്. സോ 2y എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് നോട്ട് ഈസിക്കൽ ടു ദിസ്, അതായത് ഇവിടെ y ആണ്, ഇവിടെ 2y ആണ്. സോ ഈ രണ്ടും ഈക്വൽ അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വെച്ച് നമ്മുടെ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ നമുക്ക് ഇതൊരു വെക്റ്റർ സ്പേസ് അല്ല എന്ന് പറയും. ബട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആൻഡ് നെക്സ്റ്റ് വൺ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താ പറയുന്നത്? 1 ഇൻറ്റു വെക്റ്റർ വി ചെയ്യുമ്പോൾ നമുക്ക് ആ വെക്റ്റർ തന്നെ കിട്ടണം. ഇവിടെ നമ്മൾ 1 ഇൻറ്റു എക്സ് വൈ ചെയ്യുമ്പോൾ എക്സ് വൈ തന്നെയാണ് കിട്ടുന്നത്. അതൊരു 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി ദ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയുടെ ഇക്വേഷൻ ഇതാണ്. സോ ഇവിടെ നമ്മൾ സ്കെയിലാർ ബീറ്റ ഉള്ളൂ. സോ ബീറ്റ എക്സിൻ്റെ കൂടെ വരും. ആൻഡ് ഇവിടെ നമുക്ക് സ്കെയിലാർ ആൽഫ ബീറ്റ ഉണ്ട്. സോ ആൽഫ ബീറ്റ എക്സ് വരും. വൈ അതുപോലെ തന്നെ രണ്ടിടത്തും വരും. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ആൽഫ കൂടെ ഉണ്ട്. സോ ആൽഫ ബീറ്റ എക്സ് ആവും, വിച്ച് ഈസ് ഈക്വൽ ടു ദിസ്.
സോ ഇതൊരു 2 ഡയമെൻഷണൽ വെക്റ്റർ സ്പേസിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ. സോ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ ഈവൻ ദോ ഇറ്റ് സാറ്റിസ്ഫൈസ് അതർ പ്രോപ്പർട്ടീസ്, ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു സെറ്റ്, ക്വസ്റ്റിനിൽ പറഞ്ഞ കണ്ടീഷനിലുള്ള ഈ ഒരു സെറ്റ് വെക്റ്റർ സ്പേസ് അല്ല എന്ന് പറയാം. സോ ഇങ്ങനെയാണ് വെക്റ്റർ സ്പേസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വേറൊരു കോൺസെപ്റ്റ് നോക്കാം. താങ്ക് യു.